ഹായ് ഫ്രണ്ട്സ്, അപ്പു സോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്നതാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. തെർമോസ്റ്റാറ്റിൻ്റെ ബോർഡാണ് ഈ കാണുന്നത്. കാണാൻ സാധിക്കുമെന്ന് നോക്കി. ഈ കാണുന്നതാണ് ഇതിൻ്റെ സെൻസർ. നമ്മൾ കൂളിങ്ങും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഹീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. നമുക്കിതിൻ്റെ സെറ്റിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും K0, K1, 12 വോൾട്ട് ഗ്രൗണ്ട്, പിന്നെ സ്വിച്ചായിട്ട് വന്നത് സെറ്റ് D1, D2. ഇനി നമുക്ക് ഈ ബോർഡിലോട്ട് എങ്ങനെ കറണ്ട് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് +12 വോൾട്ട് എന്ന് എഴുതിയിരിക്കുന്നതിനകത്തോട്ട് ലൈനും ഗ്രൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്തോട്ട് ന്യൂട്രലിൻ്റെ വയറും കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 12 വോൾട്ടിൻ്റെ ഒരു മൾട്ടി ചാർജറാണ് എടുത്തിരിക്കുന്നത്. വയർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്ലസും മൈനസും മാറിപ്പോകാതെ നോക്കണം. പവർ വന്നതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ റൂമിലെ ടെമ്പറേച്ചറാണ് കാണിക്കുന്നത്. നമ്മൾ തെർമോസ്റ്റാറ്റ് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോണത് ഒരു കോഴിമുട്ട വിരിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം തള്ളക്കോഴിയുടെ അടിയിൽ വരുന്ന ചൂടെന്ന് പറഞ്ഞാൽ 37.5 അത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം കുറച്ച് കാര്യങ്ങളിൽ അത് സെറ്റ് ചെയ്യാനുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ കാണിച്ചു തരാം. ഇവിടേക്ക് കാണാൻ സാധിക്കും P0, P1, P2, P3, P4, P5, P6 എന്നിങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്താണ് P0 നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ C എന്ന് കാണിച്ചിരിക്കുന്നത് കൂളിങ്ങിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനാണോ, H എന്ന് കാണിച്ചിരിക്കുന്നത് ഹീറ്റിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനാണോ എന്നാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് ഹീറ്റാണ്, ചൂടിൻ്റെ ടെമ്പറേച്ചറാണ് നമുക്കിവിടെ സെറ്റ് ചെയ്യേണ്ടത്. അടുത്ത നമുക്ക് P1 സെറ്റ് ചെയ്യാം. P1ൽ നമുക്ക് 02 ആണ് വേണ്ടത്, 02 തന്നെ സെറ്റ് ചെയ്യാം. അടുത്തത് P2യിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും P2ൽ നമുക്ക് 39 കാണിക്കുന്നുണ്ട്. 39 ഈ ബോർഡിൻ്റെ ലാസ്റ്റായിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ P3യിൽ ബൾബ് കട്ട് ഓഫ് ആയതിനു ശേഷം പിന്നീട് റീസ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 34 ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. അടുത്തത് P4 ആണ്. P4നകത്ത് 0.0 ആണ് വേണ്ടത്. അടുത്തത് P5 ആണ്. P5ലും നമുക്ക് 0 ആണ് വേണ്ടത്. അടുത്ത P6 ആണ്. P6ൽ നമ്മൾ ഓൺ ഓഫ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് പഴയ പോലെ തന്നെ കുറച്ച് നേരം നിൽക്കാതിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെറ്റ് ചെയ്തെല്ലാം അതുപോലെ തന്നെ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.